എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 പുതുവർഷത്തെ അവിട്ടം നക്ഷത്രക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അവിട്ടം നക്ഷത്രം 2 രാശികളിലായിട്ടാണ് വരുന്നത്. അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം മകരൻ രാശിയിലും അവസാന 2 പാദം കുംഭൻ രാശിയിലുമാണ് വരുന്നത്. അവിട്ടം നക്ഷത്രക്കാരുടെ, പ്രത്യേകിച്ച് മകരൻ രാശിയിൽ വരുന്ന അവിട്ടം നക്ഷത്രക്കാരുടെ 2026 ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. അവിട്ടം നക്ഷത്രം മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 2026 ജൂൺ 2 വരെ 6-ലും തുടർന്ന് 7-ലും സഞ്ചരിക്കുന്ന കാലയളവാണ്. ശനി 3-ലും രാഹു 2-ലും കേതു 8-ലും ഒക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലയളവാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇനി കുംഭൻ രാശിയിൽ വരുന്ന അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ജൂൺ 2 വരെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 5-ലും തുടർന്ന് 6-ലും സഞ്ചരിക്കുന്നു. ശനി 2-ലും രാഹു ജന്മത്തിലും കേതു 7-ലും ഒക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ്. അപ്പോൾ പൊതുവെ ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ നക്ഷത്രക്കാരെ 2026 കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ 2-ാം പകുതിയിലും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ്. അതായത് ഗുണാനുഭവങ്ങൾ ഇടവിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവായിരിക്കും. പ്രത്യേകിച്ച് ഏഴാണ്ട് ശനിയുടെ അവസാന ഘട്ടമായതുകൊണ്ട് പല വിധത്തിലുള്ള തടസ്സങ്ങളും മനക്ലേശങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ചെലവുകൾ അധികരിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരവസ്ഥയൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക ഇടപാടുകൾ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യുക. തൊഴിൽ രംഗത്ത് ഉള്ളവരെ സംബന്ധിച്ച് പെട്ടെന്ന് തൊഴിൽ മാറാനുള്ള ഒരു സാഹചര്യമല്ല, അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല ഈ രാശിക്കാർക്കുള്ളത് എന്നറിയുക. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. വിദേശ വിദ്യാഭ്യാസത്തിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ആഗ്രഹം നിവർത്തിച്ച് കിട്ടുന്ന ഒരു കാലയളവൊക്കെ ആയിരിക്കുള്ളൂ. എങ്കിലും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് പങ്ക് കച്ചവടത്തിലൂടെ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടായി ഒരു പ്രതിസന്ധിയിലേക്കൊക്കെ പോകാതെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ പൊതുവെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലയളവ് തന്നെയാണ്. എന്നാലും ഈശ്വരാധീനം ഇടവിട്ട് അനുഭവിക്കാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് 2026 കാത്തിരിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.